33-ാം ദിവസവും നിലയ്ക്കാത്ത ജനപ്രവാഹവുമായിട്ട് ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ 33-ാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ വെങ്കി അല്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒക്ടോബർ മാസം 31-ാം തീയതി ദീപാവലി റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിക്കുകയും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. OTT റിലീസിൽ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. OTT റിലീസിന് ശേഷവും ചിത്രത്തിന്റെ കളക്ഷനിൽ യാതൊരു ഇടിവും സംഭവിക്കുന്നില്ല എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രം 33-ാം ദിവസം, അതായത് ഏകദേശം 5-ാം വർക്കിംഗ് ഡേയിൽ അഞ്ചാം തിങ്കളാഴ്ച ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. തെലുങ്ക് പതിപ്പ് 6 ലക്ഷം രൂപ, തമിഴ് പതിപ്പ് 6 ലക്ഷം രൂപ, മലയാളം പതിപ്പ് ഏകദേശം 1 ലക്ഷം രൂപയോളം ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ചിത്രം 33-ാം ദിവസം ഏകദേശം 13 ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച വിജയത്തിലോട്ടാണ് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് 33 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 112 കോടി 43 ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നാണ് സ്കാനിലേക്ക് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം ദുൽഖർ സൽമാന്റെ കരിയറിൽ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായത്. 30 കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള ചിത്രം ഇതിനോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഫൈനൽ എത്ര കോടി വരെ സ്വന്തമാക്കുന്നത്. അപ്പോൾ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.